ഈ ഇലക്ഷൻ അടുക്കുംതോറും എന്തെങ്കിലും ഒരു പെണ്ണ് കേസ് അത്യാവശ്യമാണ് ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക്. അപ്പോൾ കുറേ നാൾ മുമ്പ് ഒരു വിവാദം ഉണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ഒരു യുവ നേതാവ്, ഇപ്പോൾ കോൺഗ്രസ്സിലല്ല, കാരണം പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും അയാളെ പുറത്താക്കിയേക്കാണ്. അയാൾ ഈ പൊളിറ്റിക്കലായിട്ടുള്ള കോൺഗ്രസിൻ്റെ പരിപാടികളിലൊന്നും രാഷ്ട്രീയ പരിപാടികളിലൊന്നും പങ്കെടുക്കാൻ പാടില്ല എന്നൊക്കെയുള്ള വിലക്കൊക്കെ ഉണ്ട്. അപ്പോൾ അയാൾ പതുക്കെ പാലക്കാട് പല പരിപാടികളിലും അയാൾ പങ്കെടുക്കുന്നുണ്ട്. അയാൾ പറയുന്നത് ഔദ്യോഗികമായിട്ട് കോൺഗ്രസിൻ്റെ പരിപാടികളിലൊന്നും ഞാൻ പങ്കെടുക്കുന്നില്ല, പക്ഷേ എനിക്ക് വേണ്ടി പ്രവർത്തിച്ച ആളുകൾ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ ചിലർ ഞങ്ങൾ മത്സരിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് വോട്ട് ചോദിക്കണം വീട്. അങ്ങനെ അയാൾ വീടാന്തരം കയറി ഇറങ്ങി വോട്ടൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം ഇയാളെ അങ്ങനെ വിടാൻ പറ്റുമോ? മാത്രമല്ല, ഈ ശബരിമല വിവാദം ഇങ്ങനെ കൊഴുത്ത് നിൽക്കുകയല്ലേ, കത്തി നിൽക്കുന്നു. അതിൽ നിന്ന് ഈ ആളുകളുടെ ശ്രദ്ധയൊന്നും മാറ്റണമെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വിവാദം വേണം. അപ്പോഴാണ് പുതിയ ഒരു ശബ്ദരേഖ വെളിയിൽ വന്നേക്കുന്നത് കേട്ടോ. നേരത്തെ ഇതേപോലെ അയാളുടെ ഒരു വോയിസ് ക്ലിപ്പാണ് വെളിയിൽ വന്ന് ഇയാൾക്ക് എതിരെ പ്രശ്നം ഉണ്ടായി. അതിൻ്റെ ആധികാരികത പോലും പരിശോധിക്കാതെ ഇയാളുടെ പേര് കേസെടുത്തു. അത് ആരാ എന്താന്ന് പോലും ഇല്ലാതെ ഒരു സ്ത്രീ പറഞ്ഞു അവരെ ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചു എന്നുള്ള ഒരു കാരണത്താൽ ഒരു കേസെടുത്തു. അതെല്ലാം പോയി. അത് കഴിഞ്ഞിട്ട് ഇപ്പം വന്നേക്കുന്ന ശബ്ദരേഖ കുറച്ചുകൂടെ ഉണ്ട്. അതിനകത്ത് വന്നേക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ ഇയാൾ ആ സ്ത്രീ ഗർഭിണിയാവണമെന്ന് ഇയാൾ നിർബന്ധിച്ചു, ഗർഭം ധരിക്കാൻ ഇയാൾ ആവശ്യപ്പെട്ടു, അങ്ങനെ ഗർഭം ധരിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് വേണ്ട, ഗർഭഛിദ്രം നടത്തണം എന്നുള്ള രീതിയിലായെന്ന് പറഞ്ഞു. എന്നാൽ ഇത് ഈ നാറ്റക്കേസ് ആരാണ് ഇത് പറയുന്നതെന്നോ ഇതെന്താണെന്നുള്ളത് ഇതുവരെ വെളിവാക്കിയിട്ടില്ല. ഇതിങ്ങനെ വന്നു, ഇതിങ്ങനെ വരികയാണ്. എന്നാൽ ഇയാളടുത്ത് ഇത് ചോദിച്ച് മനസ്സിലാക്കാം എന്ന് വിചാരിച്ചപ്പോൾ അയാൾ ഈ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അയാൾ എന്തോന്നറിയോ, അത് അന്വേഷണം നടക്കുക, അത് കഴിയട്ടെ, അന്നേരം പറയാമെന്ന്. എന്നാൽ ഇത് ഒന്നുകിൽ എൻ്റെ അല്ല ഈ ശബ്ദം, അല്ലെങ്കിൽ ഇത് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയേക്കുന്നതാണ്, ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല, എനിക്കിതിലൊരു പങ്കുമില്ല എന്ന് ഇയാൾ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, അതായത് ഇല്ല, ജഗദീഷ് ശ്രീകുമാർ ഒരു സിനിമ പറഞ്ഞല്ലോ, അതായത് ഇത് ഞാനല്ല, ഇത് എൻ്റെ അല്ല, എൻ്റെ ഗർഭം ഇങ്ങനല്ല എന്ന് പറയുന്നത് പോലെ ഇയാൾക്ക് പറഞ്ഞുകൂടെ ഇത് ഞാനല്ല എന്ന്. അത് അയാൾ പറയുകയല്ല. കാരണം എന്താണെന്നറിയോ, അത് ചിലപ്പോൾ പ്രശ്നം വരും, അതുകൊണ്ടായിരിക്കും. കാരണം ഇത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല, ഇത് കള്ളമാണ്, ഞാനല്ല, എൻ്റെ ശബ്ദമല്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ മറയത്തിരിക്കുന്ന പെണ്ണിഞ്ഞ് വെളിയിൽ വരുമോ എന്ന് ഇയാൾക്ക് പേടിയാണ്. അതായിരിക്കാം കാര്യം. ഇതിന് തുല്യമായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് മുമ്പ്. ഒരു മന്ത്രി മദ്യപിച്ചെന്ന് പറഞ്ഞാൽ അങ്ങ് ബോധം കെടുന്നവരെ മദ്യപിച്ചു. പിന്നെ അയാൾക്ക് നടന്ന കാര്യങ്ങൾ ഓർമ്മയില്ല. അപ്പോൾ അയാളെ ആരോ ഒരു സ്ത്രീ വിളിക്കുകയോ അല്ലെ ഇയാൾ അങ്ങോട്ട് വിളിക്കുകയോ ഏതാണ്ട് ചെയ്ത് അവരടുത്ത് അശ്ലീല ഭാഷയിലൊക്കെ ഒരുപാട് ലൈംഗിക ചുവയോടുകൂടി അങ്ങ് സംസാരിച്ചു. വലിയ പരാതിയും പ്രശ്നമായി, ഈ ആരോപണം വെളിയിൽ വന്നു. പക്ഷേ ഈ മന്ത്രി ഉണ്ടല്ലോ, അന്തസ്സുള്ളവനാ, അയാൾ അത് ഡിനേ ചെയ്തില്ല, അത് തള്ളി പറഞ്ഞില്ല. കാര്യം എന്താണെന്നറിയോ, അയാൾക്ക് അറിഞ്ഞുകൂടാ എന്താ പറഞ്ഞതെന്ന്. അതായത് ഞാൻ എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് അയാൾക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ട് അയാൾ പറഞ്ഞു അത് എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. അയാളത് നിഷേധിക്കാനും പോയില്ല. അയാൾ സംസാരിച്ചില്ലെന്നോ അല്ലെങ്കിൽ അയാൾ അനാവശ്യം പറഞ്ഞില്ലെന്നോ ഉള്ള ഒന്നും അയാൾ ഓൺ ചെയ്യാൻ അയാൾ തയ്യാറായില്ല. ഇടക്കാലത്ത് കുറച്ച് നാൾ മന്ത്രി പദവിയിൽ നിന്നൊന്നും മാറിയെന്നെങ്കിലും വീണ്ടും തിരിച്ച് മന്ത്രിയായിട്ട് കയറി ഇരിക്കുകയാണ്. എന്ന് പറഞ്ഞതുപോലെ അയാളത് ബുദ്ധിപരമായിട്ടാണ് ചെയ്തത്. കാര്യം എന്താണെന്നറിയാം, അയാൾക്കറിയാൻ വയ്യ അയാൾ പറഞ്ഞോ ഇല്ലയോ എന്നുള്ളത്. അവസാനം ഞാനിതൊന്നും പറഞ്ഞില്ല, ഇതെൻ്റെ ശബ്ദമല്ല, ഇതങ്ങനെ ഞാൻ പറഞ്ഞിട്ടുമില്ല, ഞാൻ സംസാരിച്ചിട്ടുമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് തെളിവ് കിട്ടും എന്നുള്ളത് അയാൾക്ക് അറിയാവുന്നതുകൊണ്ട് അയാൾക്ക് അറിഞ്ഞുകൊണ്ടത് കൊണ്ട് അയാളത് ഓൺ ചെയ്തില്ല. അത് അബദ്ധം പറ്റിപ്പോയതാണ്. കാരണം അത്രത്തോളം പ്രായമുള്ളൊരു മനുഷ്യനാണ്, അപകടം പറ്റിപ്പോയതാണ്. പക്ഷേ ഇവിടെ അങ്ങനല്ലല്ലോ. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായ നേതാവാണ്. അയാൾ ഒരുപാട് പേർക്ക് അയാളെ വളരെ ഇഷ്ടമായിരുന്നു, അങ്ങനെയൊക്കെ പൊക്കിയെടുത്തുകൊണ്ട് നടന്നതാണ്. അയാൾ ഈ പാർട്ടിക്കുണ്ടാക്കിയ ദോഷം എന്ന് പറയുന്നത് ചെറുതല്ല. ഇപ്പോൾ ഇത് പിന്നെ അതൊന്ന് അടങ്ങിയെന്നൊക്കെ പറഞ്ഞാൽ കുറേ നാൾ ഈ പെണ്ണ് കേസൊക്കെ ആളുകളൊക്കെ ഓർത്തൊക്കെ എടുക്കും, നടക്കും. പക്ഷേ ഇലക്ഷൻ വരുമ്പോൾ വീണ്ടും പൊടി തട്ടിയെടുക്കും. ഇപ്പോൾ ഈ പുതിയ ശബ്ദരേഖ വന്നപ്പം ഇയാൾ പറയേണ്ടതല്ലേ ഇത് ഞാനല്ല,
ഇതെൻ്റെ അല്ല, എൻ്റെ ഗർഭം ഇങ്ങനെ അല്ല എന്ന് ഇയാൾക്ക് എന്തുകൊണ്ട് പറയാൻ പറ്റുന്നില്ല? അത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമല്ലേ? ഈ പാർട്ടി വീണ്ടും പ്രതിരോധത്തിലാക്കാനുള്ള ഒരു പരിപാടിയല്ലേ അത്? അപ്പോൾ ഇന്ന് ബാക്കി കോൺഗ്രസ് നേതാക്കൾ അതിനെ സംബന്ധിച്ച് പ്രതികരിച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പാർട്ടി പരിപാടികളിലൊന്നും അയാൾ പങ്കെടുപ്പിക്കുന്നില്ല. പക്ഷേ അയാളെ ഇതുപോലെ അയാളുടെ പരിചയക്കാർ, അയാൾക്ക് വേണ്ടി പ്രവർത്തിച്ചേക്കുന്ന ആളുകൾ, അവർ ഇലക്ഷൻ മത്സരിക്കുമ്പോൾ എനിക്ക് വേണ്ടി ഒന്ന് വോട്ട് പിടിക്കാൻ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ അവർ വോട്ട് ചെയ്യരുതെന്ന് പോയി പറയണം. വോട്ട് പിടിക്കാൻ പോകും. അത് തെറ്റല്ല, അത് ശരിയാണ്, ന്യായമായ കാര്യമാണ് ആ പറയുന്നത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലിനൊരു കാര്യം ചെയ്യാം, ഇത് വെളിവാക്കാം, ഇത് ഞാനല്ല, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല, ഇത് തെറ്റാണ്. അതിന് അന്വേഷണം നടക്കല്ലേ എന്ന് പറഞ്ഞാൽ എന്തോ അന്വേഷണം? ഒരന്വേഷണവും ഇല്ല ഇതിനകത്ത്. എങ്ങനെ അന്വേഷിക്കും? നാളും പേരും നാളും ഒന്നും ഇല്ലാതെ ആരെങ്കിലും കയറി ഗർഭചിത്രം ഉണ്ടാക്കാൻ പോയെന്ന് പറഞ്ഞാൽ കേസ് അന്വേഷിക്കാൻ ഒക്കുമോ? ഒരിക്കലും പറ്റത്തില്ല. അത് നിൽക്കത്തുമില്ല, ആ കേസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഐഡൻറ്റിറ്റി പോലും അറിയാൻ വയ്യാത്ത ഒരു ലേഡിയെ സംബന്ധിച്ചിടത്തോളം ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ നിലനിൽക്കും? എന്നിട്ട് അതിന് അന്വേഷണം കഴിയട്ടെന്നാണ് ഇയാൾ പറയുന്നത്. ഇയാൾക്ക് മൂക്കി പല്ല് കളിച്ചാലും അതിൻ്റെ അന്വേഷണം തീരാൻ പോകുന്നില്ല. കാരണം ഇത് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇയാളിത് വെളിവാക്കിയാൽ ഇയാൾക്ക് രാഷ്ട്രീയ ഭാവി ഉണ്ടാവും. ഇല്ലെങ്കിൽ അയാൾ വിളിച്ച് പറയണം. ഇതേപോലെ അയാളല്ലെങ്കിൽ അയാളെ ഇതുപോലെ ഫ്രെയിം ചെയ്തേക്കുകയാണെങ്കിൽ അയാൾ വിളിച്ച് പറയണം. ഇത് ആരിത് വെളിവിടുന്നു എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഇത് പുറത്തുനിന്ന് ആരും ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് ഇയാളുടെ കൂടെ തന്നെ ഉള്ള ആരാണ്ടൊക്കെയാണ് ഇത്. അല്ലെങ്കിൽ ഒന്ന് ഇത് ശരിയാണെങ്കിൽ, അല്ലെങ്കിൽ ഇത് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയേക്കുന്നതാണ്. പക്ഷേ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നതുമില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഇയാൾ ധൈര്യമായിട്ട് ഇയാൾ പറഞ്ഞേനെ. ബാക്കി ഏത് കാര്യത്തിലും വലിയ നെഞ്ചൂക്കോടുകൂടി സംസാരിക്കുന്ന ആളായിരുന്നല്ലോ. ഇയാൾ പറഞ്ഞേനെ ഇതെൻ്റെ അല്ലെന്ന്. അത് അയാൾ പറയുന്നില്ലല്ലോ. അയാൾ ഒന്നീ അത് ഓൺ ചെയ്യണം, അല്ലെ ഡിസോൺ ചെയ്യണം. ഇത് രണ്ടും അയാൾ ചെയ്യുന്നില്ല. അതാണ് ഇയാളുടെ പ്രശ്നം. അപ്പോൾ അയാൾ യഥാർത്ഥത്തിൽ ഒരു ഇങ്ങനെ ഈ തൊഴുമ്പിനകത്ത് ഇറങ്ങി പതുക്കെ താളം ചവിട്ടിക്കൊണ്ട് നിൽക്കുകയാണ്, നേരും ചൊവ്വും പറയാതെ. അത് തെറ്റാണ്, ഗുരുതരമായ തെറ്റ്.